നമസ്കാരം. റേഡിയോ മുക്കം പ്രധാന വാർത്തകൾ. മണാശ്ശേരി അഗസ്ത്യൻമൊഴി കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന. 4 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. കൊടിയത്തൂർ സ്വദേശിയിൽ നിന്ന് 2 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത ആന്ധ്രാപ്രദേശ് സ്വദേശിനിയെ സാഹസികമായി പിടികൂടി മുക്കം പോലീസ്. കൂളിമാട് പുൽപ്പറമ്പ് റോഡിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം. ഉന്നത വിജയികളെ ആദരിച്ച് കേരള ആർട്ടിസൻസ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റി. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. മുക്കം CHC പൊതുജനാരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അഗസ്ത്യൻമൊഴി, മണാശ്ശേരി എന്നിവിടങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഹോട്ടൽ, ബേക്കറി, കൂൾബാർ, അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, തട്ടുകടകൾ, ടയർ കടകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കൊതുകിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തിയതും മതിയായ ശുചിത്വ സൗകര്യമില്ലാത്തതും കുടിവെള്ള പരിശോധന നടത്താത്തതുമായ 2 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പുകയില നിയന്ത്രണ നിയമപ്രകാരം നിയമാനുസൃത ബോർഡ് വയ്ക്കാത്തതും നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുമായ 4 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. മുക്കം CHC ഹെൽത്ത് സൂപ്പർവൈസർ സിജു K. നായർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജി ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഖിൽ C, ഓസ്റ്റിൻ ദേവ്, ലിൻസി മാത്യു എന്നിവർ നേതൃത്വം നൽകി. പരിശോധന തുടരുമെന്നും നിയമലംഘകർക്കെതിരെ കേസെടുക്കുമെന്നും CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമംഗല ET അറിയിച്ചു. കൊടിയത്തൂർ സ്വദേശിയിൽ നിന്ന് 2 കോടിയിലധികം രൂപ തട്ടിയെടുത്ത ആന്ധ്രാപ്രദേശ് സ്വദേശിനിയെ അറസ്റ്റ് ചെയ്ത് മുക്കം പോലീസ്. യുവതിയെ പിടികൂടിയത് സാഹസികമായി. 2019 മുതലാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറുന്നത്. എണ്ണവാതക മേഖലയിൽ ജോലി ചെയ്തിരുന്ന കൊടിയത്തൂർ സ്വദേശിയായ യുവാവിൻ്റെ കമ്പനിയിലെ സുഹൃത്തായിരുന്ന ജസീർ എർദൻ ഹംസ എന്നയാളും അയാളുടെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയ ആന്ധ്രാപ്രദേശ് ചിറ്റൂർ സ്വദേശിനി ചിന്ദ്രില രോഹിണി റോയിയുമാണ് 2 കോടിയോളം രൂപ തട്ടിയെടുത്തത്. മൂവരും ചേർന്ന് 2020 ജനുവരിയിൽ മുക്കം ആസ്ഥാനമായി റോയ് ഓ ഫോർച്യൂൺ എന്ന കമ്പനി ആരംഭിച്ചു. കൽക്കരിപ്പാടങ്ങളിലെ പദ്ധതികളിലേക്കുള്ള നിക്ഷേപമായാണ് 2 കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. എന്നാൽ ഇത് നിലവിലില്ലാത്ത പദ്ധതിയാണെന്നും നിരവധി പ്രവാസികൾ ഇത്തരം കെണിയിൽപ്പെട്ടുപോയെന്ന് മനസ്സിലാക്കിയ കൊടിയത്തൂർ സ്വദേശിയായ യുവാവ് ഹൈദരാബാദ് പോലീസിലും മുക്കം പോലീസിലും പരാതിപ്പെട്ടു. 2023 മാർച്ച് 7 രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ആന്ധ്രയിൽ നിന്ന് മുക്കം പോലീസ് സാഹസികമായി പിടികൂടിയത്. 2ാം പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് മാനന്തവാടി ജയിലിലേക്ക് അയച്ചു. കൂളിമാട് പുൽപ്പറമ്പ് റോഡിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കൂളിമാട് അങ്ങാടിക്ക് സമീപമുള്ള വയൽ പ്രദേശ റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾക്കും ഭാരം കയറ്റിയ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ചെറിയ വാഹനങ്ങൾ വേഗത കുറച്ച് ശ്രദ്ധിച്ചു പോകണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ആർട്ടിസൻസ് യൂണിയൻ CITU തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ കുട്ടികളെ ആദരിച്ചു. ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണവും നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം T. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് O. സുബീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PT. ബാബു, PT. സന്തോഷ്, E. രാജേഷ്, KP. ചെറുനാഗൻ, KP. ഷിജീഷ്, സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. മരണം. മാമ്പറ്റക്കുന്നത്ത് പരേതനായ രാമൻ്റെ ഭാര്യ ചില്ലക്കുട്ടി അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച രാത്രി വീട്ടുവളപ്പിൽ നടന്നു. ഓമശ്ശേരിയിൽ കച്ചവടം നടത്തിയിരുന്ന വെളിമണ്ണ സ്വദേശി മുഹമ്മദ് നിര്യാതനായി. മറ്റു വിശദാംശങ്ങൾ ലഭ്യമല്ല. റേഡിയോ മുക്കം വാർത്തകൾക്കായി കാത്തിരിക്കൂ.